ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ജാവ ട്യൂട്ടോറിയൽസിൻ്റെ സെഷൻ 5 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ ഒരു ജാവ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇനിഷ്യലൈസേഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് JDK ഡൗൺലോഡ് ചെയ്യുക, ID ഡൗൺലോഡ് ചെയ്യുക, എൻവയോൺമെൻറ്റൽ വേരിയബിൾസിൻ്റെ അകത്ത് ജാവ കോൺഫിഗർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊരു എക്ലിപ്സ് എന്ന് പറഞ്ഞൊരു IDEയിൽ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണ്. അതേപോലെ പാക്കേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സസ് സ്പെസിഫയേഴ്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആയ ഒരു കാര്യമാണ് ആക്സസ് സ്പെസിഫയേഴ്സ്, എങ്കിലും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഏതെങ്കിലും ഒരു വേരിയബിൾ ഒരു ക്ലാസ്സിനുള്ളിൽ മാത്രമാണ് അതിൻ്റെ സ്കോപ്പ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ പ്രൈവറ്റ് എന്ന് പറയും. ഏതെങ്കിലും ഒരു വേരിയബിൾ എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സസിബിൾ ആയിരിക്കാമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പബ്ലിക്കായിട്ട് ഡിഫൈൻ ചെയ്യും. ഏതെങ്കിലും ഒരു വേരിയബിൾ പാരൻറ്റിനും ചൈൽഡിനും മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇനി ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് ഒരു പാക്കേജിനുള്ളിലാണെന്നുണ്ടെങ്കിൽ, വിത്തിൻ എ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫോൾട്ടായിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു പ്രോഗ്രാം ഞാൻ ഇവിടെ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഓരോ ആക്സസ് സ്പെസിഫയേഴ്സ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ ലൈവായിട്ട് കാണാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ലൊക്കേഷൻ എന്ന് പറഞ്ഞ എനിക്കൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ ഈ ലൊക്കേഷനിൽ എനിക്ക് ഈ 4 വേരിയബിൾസാണ് എനിക്കുള്ളത്. ഓക്കെ, ലൊക്കേഷൻ നെയിം ഉണ്ട്, ലൊക്കേഷൻ ID ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ലൊക്കേഷൻ കോഡുണ്ട്. അപ്പം നിങ്ങളിവിടെ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈവറ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ നെയിമിൻ്റെ ആക്സസ് സ്പെസിഫയർ. അതായത് ഈ ലൊക്കേഷൻ നെയിം എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനുള്ളിൽ മാത്രമായിരിക്കണം ആക്സസിബിൾ. ഇനി അടുത്ത ലൊക്കേഷൻ ID എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് ഈ ലൊക്കേഷൻ ID എന്ന് പറയുന്നത് ലൊക്കേഷനും ലൊക്കേഷൻ്റെ ചൈൽഡ്സിനും ആക്സസിബിൾ ആയിരിക്കണം. ഇനി അടുത്ത് വരുന്നത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഡിഫോൾട്ടായിരിക്കും ഇതിൻ്റെ ആക്സസ് സ്പെസിഫയർ. ഇനി ഇവിടെ നമ്മൾ പബ്ലിക് മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 1, 2, 3, 4 മെത്തേഡ്സാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പബ്ലിക് മെത്തേഡാണ്. അതിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ എല്ലാ വേരിയബിൾസിനെയും ഒന്ന് സിസ്റ്റം ഔട്ട് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. കൺസോൾ ഔട്ടാണ് ചുമ്മാ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതും പ്രിൻ്റ് LOC എന്ന് പറയുന്നു. അതൊരു പബ്ലിക് മെത്തേഡാണ്, സെയിം പർപ്പസാണ്. ഇറ്റ്സ് ലൈക്ക് എ ഡ്യൂപ്ലിക്കേറ്റ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്, പക്ഷേ അത് പ്രൈവറ്റ് ആണ്. സോ ഈ ഇനിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഔട്ട്സൈഡ് വേൾഡിന് ഹിഡൻ ആയിരിക്കും. സോ ഈ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് എനിക്ക് ഇനിറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നി ഒരു പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡീഫോൾട്ടായിട്ടോ ഉള്ള ഒരു മെത്തേഡ് വേണം. എങ്കിൽ മാത്രമേ എനിക്ക് ഈ ഇനിറ്റ് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇൻറ്റേർണലി ഇനിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് വിളിക്കുന്നത്. നിങ്ങളിപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇനിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. വോയിഡ് സപ്പോർട്ട് ലൊക്കേഷൻ ഡോട്ട് ഇനിറ്റ്. ഇതിൽ വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്, സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാക്കേജ് നെയിമാണ്, ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്, ഇനിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ പുറത്ത് പോയാൽ ID അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. സോ ഇനി ഇതിൽ ഓരോ മെത്തേഡിൻ്റെ അകത്ത് കയറുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഞാൻ ഓരോ പ്രിൻറ്റിങ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ് ആയ ഒരു അഡ്രസ്സ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ എങ്ങനെ ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എക്സ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുന്നത്. സോ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലൈനിൽ നിന്നും നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ചൈൽഡാണ്, അല്ലെങ്കിൽ അഡ്രസ്സ് ലൊക്കേഷന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെയാണോ ലൊക്കേഷനിൽ ആക്സസിബിൾ ആയിട്ട്, അതായത് അഡ്രസ്സ് ആക്സസിബിൾ ആയിട്ടുള്ളത് അവയെല്ലാം എനിക്ക് വേണം എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു 3 വേരിയബിൾസ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 3 വേരിയബിൾസാണ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം പ്രൈവറ്റ്, ഒരെണ്ണം പ്രൊട്ടക്റ്റഡ്, ഒരെണ്ണം ഡിഫോൾട്ട്. സോ ഞാൻ ഇതിൻ്റെ അകത്ത് പബ്ലിക് ആയിട്ടുള്ളതൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല.
ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 മെത്തേഡ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. സോ ഈ പ്രിൻ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഒരു ലൈന് കമൻറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു കമൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതൊരു പ്രൈവറ്റ് ആണ്. സോ ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അൺകമൻറ്റ് ചെയ്യുവാണ്. നിങ്ങൾ അൺകമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ കാണാൻ സാധിക്കും. ദ ഫീൽഡ് ലൊക്കേഷൻ നെയിം ഈസ് നോട്ട് വിസിബിൾ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ലൊക്കേഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൊക്കേഷൻ നെയിം എന്ന് പറയുന്നത് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ലൊക്കേഷൻ നെയിം ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ആക്സസിബിൾ ആണ്. ലൊക്കേഷൻ ഐ ഡി എന്ന് പറയുന്നത് നോക്കൂ, support.location.location ID. ലൊക്കേഷൻ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ലൊക്കേഷൻ എന്ന ID തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ നെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീൽഡ് location.location name is not visible എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു പ്രൈവറ്റ് ഫീൽഡാണ്, അഡ്രസ്സിൽ നിന്നും ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിൽ നിന്നും നമ്മൾ പ്രൈവറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് വിത്തിൻ ദ ക്ലാസ് സ്കോപ്പുള്ള വേരിയബിൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് എന്ത് പറയാം, ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കാണ്, അത് ആക്സസിബിൾ ആണ്. ഇനി അടുത്ത് ഡീഫോൾട്ടാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം പാക്കേജ് സപ്പോർട്ടാണ്, ലൊക്കേഷൻ്റെ പാക്കേജും സപ്പോർട്ടാണ്. നിങ്ങൾക്ക് പാക്കേജ് എക്സ്പ്ലോറിൽ നോക്കാൻ നിങ്ങൾ മനസ്സിലാവും, സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പാക്കേജിനുള്ളിലാണ് ഈ അഡ്രസ്സും ലൊക്കേഷൻ വരുന്നത്. സോ എന്താ പറയുക, നമ്മൾ ഡീഫോൾട്ടായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആക്സസിബിൾ ആണ്. സോ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്തുള്ള, പിന്നെ ഈ ഒരു അഡ്രസ്സിൻ്റെ മാത്രമായിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് പ്രിൻ്റ് ഓൾ, അതായത് എനിക്ക് എല്ലാ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിലൊരു മെത്തേഡാണ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട്. അപ്പം ന്യൂ എന്നൊരു കീവേഡ് യൂസ് ചെയ്ത് നമ്മളൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിച്ചു. അപ്പം ഞാൻ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തെ നമ്മൾ അത് എവിടെയാണ് റെഫർ ചെയ്തേക്കണമെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് വെക്കുക. എവിടെയാണോ പോകേണ്ടത് അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് മൗസ് ഒന്ന് കൊണ്ട് കാണിക്കും, വേണ്ട ഓപ്പൺ ഡിക്ലറേഷൻ, ഓപ്പൺ ഇംപ്ലിമെൻറ്റേഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് രണ്ടിനും പർപ്പസ് ഉണ്ട്. ആസ് ഓഫ് നൗ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്യുക, ആ പ്രിൻറ്റിൻ്റെ പുറത്തുനിന്ന് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്യുക, മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ഒന്ന് കൊടുക്കുക. അപ്പോഴത്തേക്ക് നേരെ ലൊക്കേഷൻ്റെ ഉള്ളിലുള്ള പ്രിൻറ്റിലേക്ക് വന്നു. ഇത് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത് ഐഡൻറ്റിഫൈ ഉള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പ്രിൻറ്റിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി, നമ്മളിവിടെ കാണിക്കും സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പാക്കേജിനുള്ളിൽ, ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം എന്താണ് മനസ്സിലായത്, ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് മെത്തേഡാണ്. ഓക്കെ, പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു പബ്ലിക് മെത്തേഡാണ്. ഈ പ്രിൻ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഞാനിവിടെ വിളിച്ചു. ഇനി ഞാനിതിനെ ചേഞ്ച് ചെയ്യുകയാണ്. ഐ എം ചേഞ്ചിങ് ഇറ്റ് ടു പ്രൊട്ടക്റ്റ്. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ, ഒരു ഇഷ്യൂ ഇല്ല. പ്രിൻ്റ് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ആക്സസിബിൾ ആണ്. ഇനി ഞാനിതിനെ എന്ത് ചെയ്തു, ഞാനിതിനെ പ്രൈവറ്റ് ആക്കി. ഓക്കെ, ഞാനിത് പ്രൈവറ്റ് ആക്കിയപ്പം എന്തൊറ്റി ആയി, എറർ വന്നു. കണ്ടോ, ദ മെത്തേഡ് പ്രിൻറ്റ് ഫ്രം ടൈപ്പ് ലൊക്കേഷൻ ഈസ് നോട്ട് വിസിബിൾ. അപ്പോൾ ഇവിടെ വന്ന സെയിം എററാണ് ഇവിടെ വന്നത്. അതായത് ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മെൻഷൻ ചെയ്തത്. സോ അപ്പം പ്രൈവറ്റ് എന്ന് പറയുന്നൊരു ആക്സസ് സ്പെസിഫയർ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ് മാത്രമാണ്. ഇനി നമ്മളിപ്പോൾ എന്തിനാ ഈ പ്രിൻ്റോട് വിളിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലൊക്കേഷൻ നെയിം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഈ പ്രിൻ്റ് API വിളിക്കുമ്പോൾ കിട്ടത്തില്ല. കാരണം ഇത് എറർ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ലൈന് നമുക്ക് കമൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ലൊക്കേഷൻ നെയിം എന്നുള്ളത് എനിക്കിവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പ്രിൻ്റ് ഓൾ എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൂടി വിളിച്ചിരിക്കുന്നത്. സോ ആ ലൊക്കേഷൻ നെയിമും കൂടി എനിക്കിവിടെ പ്രിൻ്റായി കിട്ടും. ഇനി അടുത്ത് എനിക്ക് സെറ്റ് ആൻഡ് പ്രിൻറ്റ്, അതായത് വാല്യൂസ് സെറ്റ് ചെയ്യുക എന്നിട്ട് പ്രിൻറ്റ് വിളിക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ ലൊക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞാൻ എന്ത് വിളിച്ചു, ചൈൽഡ് ഇനിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് എനിക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വിളിക്കാൻ പറ്റത്തില്ല, പ്രൈവറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു സബ് മെത്തേഡ് ഉണ്ടാക്കിയതാണ് വിച്ച് ഇസ് പ്രൊട്ടക്റ്റഡ്. സോ എനിക്ക് എൻ്റെ ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് ആക്സസിബിൾ ആണ്.
സോ ഞാൻ എന്ത് ചെയ്തു, വാല്യൂസ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് ഞാൻ ഈ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇൻറ്റേർണലി ഞാൻ ഈ ഇൻറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിച്ചു. ജസ്റ്റ് ഞാൻ വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്തു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ മെത്തേഡാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ ഒരു ചൈൽഡ് യൂണിറ്റ് വഴി ഞാൻ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള പ്രിൻ്റ് മെത്തേഡ് തന്നെയാണ് വിളിച്ചത്. സോ എനിക്ക് ഇതിൻ്റെ വാല്യൂസ് കിട്ടും. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഓൾ വിളിക്കാം. ഓക്കെ, ഞാൻ പ്രിൻ്റ് ഓൾ വിളിച്ചു, കാരണം നമുക്ക് അപ്പോൾ ലൊക്കേഷൻ നെയിമും കൂടെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് എനിക്കൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് വിളിച്ചു. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്തിനാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. എൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നതും ലൊക്കേഷൻ എന്ന് പറയുന്നതും സപ്പോർട്ട് എന്ന് പറഞ്ഞ പാക്കേജാണ്. സോ പാക്കേജ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ എന്തിനായിരിക്കും ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തത്? ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു ആക്സസ് സ്പെസിഫയർ ഇവിടെ ആക്സസിബിൾ ആണോ എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വിളിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കോളർ ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കോളർ ക്ലാസ് ഉണ്ടാക്കിയിട്ട് സപ്പോർട്ടറിന് ഞാൻ അഡ്രസ്സായിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദിസ് ഈസ് എ കേസ് ഓഫ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അതായത് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു പാരൻ്റ്, ലൊക്കേഷൻ്റെ ചൈൽഡാണ് അഡ്രസ്സ്, അഡ്രസ്സിൻ്റെ ചൈൽഡാണ് സപ്പോർട്ടർ. സോ ഇറ്റ്സ് ലൈക്ക് എ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് പാരൻ്റ്, ലൊക്കേഷൻ്റെ ചൈൽഡാണ് അഡ്രസ്സ്, അഡ്രസ്സിൻ്റെ ചൈൽഡാണ് സപ്പോർട്ടർ ക്ലാസ്. സോ സപ്പോർട്ടർ ക്ലാസ്സിന് അഡ്രസ്സിൻ്റെ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും, ലൊക്കേഷനിലെ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നോക്കി നോക്കൂ, നമ്മൾ വീണ്ടും സിസ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ലൊക്കേഷൻ ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പം ജസ്റ്റ് ഇതിൻ്റെ പുറത്തുനിന്ന് പോയിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, കണ്ടോ നേരെ ലൊക്കേഷൻ്റെ ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടർ ക്ലാസ്സിൻ്റെ ഇതൊരു പ്രൊട്ടക്റ്റഡ് മെത്തേഡ് ആയതുകൊണ്ട് ഇറ്റ്സ് ആക്സസിബിൾ. ഇതേ സമയം ഞാൻ ഈ എക്സ്റ്റെൻസ് എടുത്ത് കളഞ്ഞെന്ന് വിചാരിച്ചോ. സോ എക്സ്റ്റെൻസ് എടുത്ത് കളഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല, ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, ഇല്ലേ? നമ്മളിവിടെ പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഐ ഡി കനോട്ട് ബി റിസോൾവ് ടു വേരിയബിൾ ആണോ. ലൊക്കേഷൻ ഐ ഡി കനോട്ട് ടു ബി റിസോൾവ് ടു വേരിയബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് അത് അക്സസിബിൾ ആയത്. സോ പ്രൊട്ടക്റ്റഡ്, അപ്പം നമ്മൾ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിയർ ആക്കി കഴിയും. ഇനി നമുക്ക് പെൻഡിങ് രണ്ടെണ്ണമാണ്, പബ്ലിക്കും ഡിഫോൾട്ട്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ 2 ലൈന് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈനും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലൈനും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ എന്ന് പറയുന്നത് നമുക്ക് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്, പ്രൈവറ്റ് മാത്രമാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഡിഫോൾട്ടിനും പ്രശ്നമുണ്ട്. നോക്കി നോക്കും. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കണ്ട, ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ഈസ് നോട്ട് വിസിബിൾ. പാക്കേജ് മാറിയപ്പം ഡിഫോൾട്ട് ആയിട്ടുള്ള വേരിയബിൾസ് ആക്സസിബിൾ അല്ല. സോ സപ്പോർട്ടർ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നും പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾസും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫോൾട്ട് ആയിട്ടുള്ള വേരിയബിൾസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് സ്കോപ്പ് ഉള്ളൂ. ഇനി നമുക്ക് എന്താ പറയുക, പബ്ലിക് എന്ന് പറയുന്നത് എവിടെ നിന്ന് ആക്സസിബിൾ ആണ്, അതും നമ്മൾ ക്ലിയർ ആയ ഫാക്റ്റാണ്. സോ 4 ആക്സസ് സ്പെസിഫയേഴ്സ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള 4 ആക്സസ് സ്പെയർ, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, ഡിഫോൾട്ട്, ഈ 4 ആക്സസ് സ്പെസിഫയേഴ്സ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എൻ്റെ സ്റ്റാർട്ടർ ക്ലാസ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടർ ഉണ്ട്, അതിൻ്റെ അകത്തൊരു മെയിൻ മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് നോക്കൂ, സപ്പോർട്ടർ കോളറെ ഞാൻ വിളിച്ചു, ഞാനിവിടെ ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ സപ്പോർട്ടർ കോളറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിച്ചു. സോ ഇത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു പാക്കേജിൽ സപ്പോർട്ടർ കോളർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. അടുത്ത് ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നിങ്ങൾ നോക്കിയേ, സപ്പോർട്ട് എന്ന് പറഞ്ഞ പാക്കേജിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പ്രിൻ്റ് ആണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, സപ്പോർട്ടർ കോളറിൻ്റെ പാരൻ്റ് ആണ് അഡ്രസ്സ്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള പ്രൊട്ടക്റ്റഡും പബ്ലിക്കുമായിട്ടുള്ള മെത്തേഡ്സ് ആക്സസിബിൾ ആണ് ടു സപ്പോർട്ട് കോളർ. അപ്പോൾ എനിക്ക് സപ്പോർട്ട് കോളർ വഴി അഡ്രസ്സിലുള്ളതും ലൊക്കേഷനിലുള്ള പബ്ലിക്കായിട്ടും പ്രൊട്ടക്റ്റഡ് ആയിട്ടും ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസും മെത്തേഡ്സും ആക്സസിബിൾ ആണ്.
ഇനി അത് കഴിഞ്ഞ് നോക്കിയേ, പ്രിൻ്റ് ലോക്ക് എന്ന് പറയുന്നത് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ടേബിളിൽ, ലൊക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിലെ മെത്തേഡ്സ് ആണ്. നോക്കാം, അപ്പം ഞാൻ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തു, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടോ ലൊക്കേഷനിലെ പ്രിൻ്റ് ലോക്കാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് ഞാൻ സപ്പോർട്ട് കോളറിൽ നിന്നും അഡ്രസ്സിൻ്റെ ഒരു മെത്തേഡും വിളിച്ചു, ലൊക്കേഷൻ്റെ ഒരു മെത്തേഡും വിളിച്ചു. ഇനി അടുത്ത സെറ്റ് ആൻഡ് പ്രിൻ്റ് എന്ന് പറയുന്നതും അഡ്രസ്സിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെ റൺ ചെയ്യുന്നത്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, ഞാൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തു. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ട് പോയിന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു \n എന്ന് പറയുന്നത് ന്യൂ ലൈൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രിൻ്റ് ചെയ്യുമ്പോൾ \n വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യും. സോ 2 ന്യൂ ലൈൻ ഉണ്ടാക്കി. ഇവിടെ ഒരു ന്യൂ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ന്യൂ ലൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടർ പ്രിൻ്റ് ചെയ്തു. ഞാൻ വീണ്ടും 2 ന്യൂ ലൈൻ കൊടുത്തുകൊണ്ട് 2 ന്യൂ ലൈൻ വന്നു. സോ 2 ന്യൂ ലൈൻ വന്നപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പേ ഉള്ളൂ എന്ന് മനസ്സിലായി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെയാണ് നിന്നത്, അവിടെ നിന്ന് ഒരു ന്യൂ ലൈൻ കൊടുത്തപ്പം ഇവിടെ വന്നു, അവിടെ നിന്ന് വീണ്ടും ഒരു ന്യൂ ലൈൻ കൊടുത്തപ്പോൾ ഇവിടെ വന്നു. എന്നിട്ട് ഞാനിവിടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടർ എന്ന് കൊടുത്തു. ഇനി അവിടെ നിന്ന് അടുത്ത ന്യൂ ലൈൻ കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ചാടി ഇവിടെ വന്നു. ഓക്കെ, ഇനി വീണ്ടും ഒരു ന്യൂ ലൈൻ കൊടുക്കുമ്പോൾ ചാടി ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വിളിച്ചു, ഫസ്റ്റ് വിളിച്ചത് സപ്പോർട്ടഡ് കോളറിൻ്റെ പ്രിൻ്റ് മെത്തേഡാണ് വിളിച്ചത്. അപ്പോൾ നോക്കിയേ, സപ്പോർട്ട് കോളർ ക്ലാസ് പ്രിൻ്റ് മെത്തേഡ് ഞാൻ വിളിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ പ്രിൻ്റ് ചെയ്തു, ലൊക്കേഷൻ ID പ്രിൻ്റ് ചെയ്തു, ലൊക്കേഷൻ കോഡ് പ്രിൻ്റ് ചെയ്തു. കാരണം എനിക്കവിടെ 2 മാത്രമേ അക്സസിബിൾ ആയിട്ടുള്ളൂ. ഡിഫോൾട്ടായിട്ടുള്ള ഒരു വേരിയബിളും അക്സസിബിൾ അല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ അക്സസിബിൾ അല്ല. നമ്മളിവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ അക്സസിബിൾ അല്ല, ലൊക്കേഷൻ നെയിമും അക്സസിബിൾ അല്ല. ഓക്കെ, സോ അത് 2 പ്രിൻ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു എൻഡിങ്ങിന് വേണ്ടി സെയിം പേരാണ് സപ്പോർട്ട് കോളർ പ്രിൻ്റ് എൻഡ് ചെയ്തു. ഇനി അടുത്ത് ഞാൻ എന്താ വിളിച്ചിരിക്കുന്നത്, ആപ്ലിക്കേഷൻ ക്ലാസ്സിൽ നിന്ന് അടുത്ത് വിളിച്ചിരിക്കുന്നത് പ്രിൻ്റ് ഓൾ ആണ്, അഡ്രസ്സിൻ്റെ മെത്തേഡാണ്. കണ്ടോ, അഡ്രസ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിലെ പ്രിൻ്റ് ഓൾ മെത്തേഡാണ് വിളിച്ചിരിക്കുന്നത്. ഇൻറ്റേർണലി ലൊക്കേഷൻ എന്ന ക്ലാസ്സിൽ പ്രിൻ്റ് വിളിക്കുന്നുണ്ട്. നമ്മളിവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇൻറ്റേർണലി ലൊക്കേഷൻ്റെ പ്രിൻ്റ് മെത്തേഡ് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം പ്രിൻ്റ് ചെയ്യുന്നത്. സോ അതേപോലെ അഡ്രസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇൻറ്റേർണലി നമ്മുടെ ലൊക്കേഷൻ്റെ പ്രിൻ്റ് വിളിച്ചു. ലൊക്കേഷൻ്റെ പ്രിൻ്റ് ചെയ്യുന്നത് കണ്ടോ, 4 വേരിയബിൾസും നമുക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കൊടുത്ത 1 2 3 4 നെയിമും കോഡും ഡിസ്ക്രിപ്ഷനും തന്നെയാണ്. കണ്ടോ, ലൊക്കേഷനിൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസ് വാല്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് കണ്ടോ, ലൊക്കേഷൻ്റെ ആ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നോക്കുന്നു, കണ്ടോ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ഓളിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. കണ്ടോ, അഡ്രസ് 1, അഡ്രസ് 2, അഡ്രസ് 3 അതും പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ഓൾ മെത്തേഡും തിരിച്ചു വന്നു. ഇനി അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പ്രിൻ്റ് LOC, അതായത് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ മെത്തേഡാണ്. അപ്പം നോക്കി, ലൊക്കേഷൻ എന്ന് പറയുന്ന പ്രിൻ്റ് LOC ഡയറക്റ്റ് വിളിച്ചു. അതെല്ലാം 4 പ്രിൻ്റ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അടുത്ത് വിളിക്കുന്നത് സെറ്റ് ആൻഡ് പ്രിൻ്റ് ആണ്. അത് അഡ്രസ്സിൻ്റെ മെത്തേഡാണ്. സോ അഡ്രസ്സിൻ്റെ സെറ്റ് ആൻഡ് പ്രിൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അത് ഇൻറ്റേർണലി എന്ത് ചെയ്തു, ചൈൽഡ് ഇനിറ്റ് വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇൻറ്റേർണലി ചൈൽഡ് ഇനിറ്റ് വിളിക്കുന്നുണ്ട്. NME അഡ്രസ് 3, അഡ്രസ് 2, അഡ്രസ് 1ൻ്റെ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ഇനിറ്റ് വിളിച്ചു. ലൊക്കേഷൻ ഇനിറ്റ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ചൈൽഡ് ഇനിറ്റ് കംപ്ലീറ്റ് ആയി തിരിച്ചു വന്നു. ഓക്കെ, ചൈൽഡ് ഇനിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ചൈൽഡ് ഇനിറ്റ് ഇൻറ്റേർണലി ഇനിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചു. അതിന് ഇനിറ്റ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഓക്കെ, ഇനി അടുത്തെന്ത് വരും, അടുത്ത് നമ്മുടെ ഈ സെറ്റിൻ്റെ താഴെ എഴുതിക്കുന്ന എന്താ, പ്രിൻ്റ് ഓൾ. അഡ്രസ്സിൻ്റെ പ്രിൻ്റ് ഓളാണ് വിളിച്ചിരിക്കുന്നത്. സോ അഡ്രസ്സിൻ്റെ പ്രിൻ്റ് ഓൾ വിളിച്ചു. അതിൻ്റെ അകത്ത് ലൊക്കേഷൻ്റെ പ്രിൻ്റ് ഉണ്ട്. ഇപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ലൊക്കേഷൻ ID എന്ന് പറയുന്നത് 1 2 3 4, നെയിം എന്ന് പറയുന്നത് NME, കോഡ് എന്ന് പറയുന്നത് കോഡ്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് DSC, അഡ്രസ്സിൻ്റെ വാല്യൂ ADR1, ADR2, ADR3. പ്രിൻ്റ് എന്ന് പറയുന്നത് അഡ്രസ്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് പ്രിൻ്റ് ഓൾ. അഡ്രസ്സിൻ്റെ പ്രിൻ്റ് ഓൾ എന്ന മെത്തേഡ് ക്ലോസ് ചെയ്തു. അതേപോലെ സെറ്റ് ആൻഡ് പ്രിൻ്റ് ക്ലോസ് ചെയ്തു. അറ്റ് ലാസ്റ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടർ വെച്ചു, നമ്മുടെ എൻഡ് കോളും വന്നു. ഇപ്പം ഇവിടെ സ്വാഭാവികമായിട്ട് നിങ്ങളിപ്പം
നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ചൈൽഡിനെറ്റ് വിളിച്ച് ഈ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടും ഞാനിവിടെ പ്രിൻ്റ് ചെയ്തപ്പോൾ എനിക്കിവിടെ വാല്യൂസ് ചേഞ്ച് ആയില്ല, വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടി മാത്രം ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടി മാത്രം ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ ഞാനിവിടെ ഒരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കി ചൈൽഡിനെറ്റ് വിളിക്കുമ്പോൾ ആ ഉണ്ടാക്കിയ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. വൺസ് ആ ഒബ്ജക്റ്റ് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ആ ഒബ്ജക്റ്റ് വേറെ ഒരിടത്ത് സ്റ്റോർ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് ഡംപായിട്ട് ആ സൈഡിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രിൻ്റ് ഓൾ വിളിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, വീണ്ടും ഞാനൊരു ലൊക്കേഷൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രിൻ്റ് വിളിക്കണേ. അപ്പം എന്തുവരും സംഭവിക്കും, ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ഈ വാല്യൂസ് അല്ലേ സെറ്റ് ആവുന്നത്, അപ്പം അതല്ലേ എനിക്കവിടെ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ വന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിവിടെ വരിക, ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടല്ലോ. ഓക്കെ, ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ലൊക്കേഷൻ LOC is equal to ന്യൂ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അതായത് ലൊക്കേഷൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം, എന്നിട്ട് അത് LOC എന്ന് പറഞ്ഞ റെഫറൻസിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഈ LOC ഡോട്ട് വിളിച്ചു എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ LOC ഡോട്ട് ചൈൽഡ് എന്ന് വിളിക്കുമ്പോഴേക്കും ഈ ലൊക്കേഷനിലുള്ള വാല്യൂസ് എല്ലാം മോഡിഫൈഡ് ആവും. ഓക്കെ, ഈ ലൊക്കേഷനിലുള്ള വാല്യൂസ് എല്ലാം മോഡിഫൈഡ് ആകും. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രിൻ്റോൾ വിളിച്ചാൽ ഞാൻ വീണ്ടും ഈ ഒരു മെത്തേഡ് ആയിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാൻ അതിന് പകരം ഞാൻ എന്ത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഉണ്ടാക്കി. സോ ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് ആ ലൊക്കേഷൻ ഡോട്ട് പ്രിൻ്റ് ആണ് ഞാനിവിടെ വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ LOC ഞാൻ ഇതിനകത്ത് പാസ് ചെയ്തു. ഓക്കെ, സോ ഇതിനെ LOC ആർഗ്യുമെൻ്റ് ഉള്ള മെത്തേഡാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു, റൺ ചെയ്തു. ഇനി നമ്മളിതിനെ സേവ് ചെയ്തു. ഇനി നമ്മളിതിനെ ഒന്നും കൂടെ റൺ ചെയ്യും. അപ്പം നിങ്ങൾ ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നോക്കിയേ, നമുക്കിതൊരു പോയിന്റ് മാത്രം നോക്കിയാൽ പോരെ, സെറ്റ് പ്രിൻ്റ്. ഇപ്പോൾ ഇവിടെ വന്ന് താഴോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വന്ന് നോക്കുമ്പോൾ അഡ്രസ്സിൻ്റെ സെറ്റ് പ്രിൻ്റ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ട് ഉണ്ടാവണം. ഓക്കെ, അഡ്രസ്സിൻ്റെ സെറ്റ് പ്രിൻ്റ് സ്റ്റാർട്ടായി. എന്ത് വിളിച്ചു, ലൊക്കേഷൻ്റെ ചൈൽഡ് ഇനിറ്റ് വിളിച്ചു. അത് ഇൻറ്റേർണൽ ഇനിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ വിളിച്ചു. അത് കംപ്ലീറ്റ് ചെയ്തു. അതെഞ്ച് ലൊക്കേഷൻ ചൈൽഡ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു കണ്ടോ, അഡ്രസ്സിൻ്റെ പ്രിൻ്റ് ഓൾ ഓഫ് ലോക്ക് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ മെത്തേഡാണ് അത് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആ പ്രിൻ്റ് വിളിച്ചപ്പോഴേക്കും കണ്ടോ എൻ്റെ ലൊക്കേഷൻ ID വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്തു, അഡ്രസ് 3 ആയി, നെയിം NME ആയി, ഇത് അഡ്രസ് 1 ആയി, ഇതായി, ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ അഡ്രസ് 2 ആയി. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള അതേപോലെ വാല്യൂ വെച്ചു. അപ്പം നിങ്ങളിവിടെ ജസ്റ്റ് നോക്കി, ഇവിടെ ഞാൻ ലൊക്കേഷൻ ID പ്രിൻ്റ് ചെയ്തപ്പോൾ ഉള്ള വാല്യൂസ് 1 2 3 4 നെയിം കോഡ് ഡിസ്ക്രിപ്ഷൻ. ഞാൻ അതേ സമയം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് വന്നതുണ്ടോ വാല്യൂസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് വേണം, ലൈക്ക് രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും നമുക്കതൊരു പുതിയ മെത്തേഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇതൊരു പ്രിൻ്റ് 1 എന്ന് ഇവിടെ കിടക്കട്ടെ. ഓക്കെ, നമ്മളിവിടെ ഒരു മെത്തേഡ് ഉണ്ടാക്കി. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൽ. ഓക്കെ, ഇവിടെ LOCക്ക് പകരം ക്രിയേറ്റ് ചെയ്ത് ഇതിൽ വിളിച്ചു. ഓക്കെ, സോ ഓക്കെ, ഇനി നമ്മൾ എന്ത് വിളിച്ചു, ആപ്ലിക്കേഷൻ വന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഇനി പ്രിൻ്റ് 1 കൂടെ വിളിക്കണം അല്ലേ. ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ പ്രിൻ്റ് 1 കൂടെ വിളിച്ചു. ഓക്കെ, ഇവിടെ നോക്കാം നമ്മൾ. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ അഡ്രസ്സിൻ്റെ
പ്രിൻ്റ് സെറ്റ് വിളിച്ചു, നേരത്തെ പറഞ്ഞ പോലെ ഇനിറ്റൊക്കെ വന്നു. പ്രിൻ്റ് ലോക്ക് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് വിളിച്ചു, പ്രിൻ്റ് ലോക്ക് വിളിച്ചു. ഇവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ താഴോട്ട് വന്നു. പ്രിൻ്റ് 1 ഞാൻ വിളിച്ചു, പുതിയ മെത്തേഡാണ്. ചൈൽഡ് നെറ്റ് എല്ലാം കഴിഞ്ഞു. എന്താ പ്രിൻ്റായി നോക്കിയേ, ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസ് പ്രിൻ്റായി. ഓക്കെ, സോ ഇതാണ് ആക്സസ് സ്പെസിഫയേഴ്സും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ക്രിയേഷൻസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ചെയ്തപ്പം എന്തുകൊണ്ട് വാല്യൂ ചേഞ്ച് ആയില്ല എന്നൊരു ഡൗട്ട് വരും. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ അതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുകയാണ്. നമ്മൾ നേരെ വന്നു, ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി, 4 വേരിയബിൾസ് അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തു. ഓരോന്നിനും ഓരോ ആക്സസ് സ്പെസിഫയർ കൊടുത്തു. അതിലേക്ക് കുറച്ച് മെത്തേഡ്സ് നമ്മൾ കൊടുത്തു. പ്രിൻറ്റിങ്ങും സെറ്റിങ്ങുമാണ് കൊടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ്റെ ഒരു ചൈൽഡായിട്ട് നമ്മളൊരു അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി. സോ എങ്ങനെയാണ് ചൈൽഡ് നമ്മൾ കാണിച്ചത്? ഓക്കെ, എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തു. ഏതാണ് അതിൻ്റെ പാരൻ്റ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. സോ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ലൊക്കേഷൻ എന്ന് പറയുന്നതിനെ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഇത് ഇൻഹെറിറ്റ് ചെയ്തു. സോ പാരൻ്റ് ഇസ് ലൊക്കേഷൻ, ചൈൽഡ് ഇസ് അഡ്രസ്. അത് കഴിഞ്ഞാൽ അതിനും ഒരു 3 വേരിയബിൾസ് ഉണ്ട്. ഒരെണ്ണം പ്രൈവറ്റ് ആണ്, ഒരെണ്ണം പ്രൊട്ടക്റ്റഡ് ആണ്, ഒരെണ്ണം ഡീഫോൾട്ടാണ്. പിന്നെ ഇതിലും കുറച്ച് വേരിയബിൾസ് ഒക്കെ ഉണ്ട്, കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് വേറൊരു പാക്കേജിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, സപ്പോർട്ട് എന്നൊരു പാക്കേജിൻ്റെ അടിയിലാണ് അഡ്രസ്സും ലൊക്കേഷനും കിടക്കുന്നത്. പക്ഷേ ഈ സപ്പോർട്ട് കോളർ എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു പാക്കേജിൻ്റെ അടിയിലാണ്. എന്തിനാണ് നമ്മൾ വേറൊരു പാക്കേജിൽ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഡിഫോൾട്ട് ഇവിടെ അക്സസിബിൾ ആണോ എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിയത്. അപ്പം നമ്മളിവിടെ അഡ്രസ്സിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആക്സസിബിൾ അല്ല, ബാക്കിയെല്ലാം എനിക്കിവിടെ ആക്സസിബിൾ ആണ്. സപ്പോർട്ട് കോളറിൽ വന്നപ്പം പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് എനിക്ക് ആക്സസിബിൾ അല്ല, ഡിഫോൾട്ട് ആയിട്ടുള്ള വേരിയബിൾസ് എനിക്ക് ആക്സസിബിൾ അല്ല. അപ്പം നമുക്ക് ആ 2 കാര്യത്തിൽ ഒരു പ്രൂഫായി. പിന്നെ പബ്ലിക് എവിടെ ആക്സസിബിൾ ആയതുകൊണ്ട് അതിനൊരു പ്രൂഫായി. പ്രൊട്ടക്റ്റഡ് എനിക്ക് എവിടെയൊക്കെ ആക്സസിബിൾ ആവാൻ പറ്റും? എൻ്റെ ചൈൽഡ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് മാറ്റിയപ്പോഴേക്കും അത് ആക്സസിബിൾ അല്ലാതെ ആയി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? മെയിൻ മെത്തേഡിൽ പോയി ഇതിൻ്റെ ഓരോന്നിൻ്റെയും മെത്തേഡ്സ് വിളിച്ചു. അതായത് നമ്മുടെ സപ്പോർട്ട് കോളറിൻ്റെ ഒരു ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാക്കിയത്, ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് കോളറിൻ്റെ തന്നെ മെത്തേഡ് വിളിച്ചു, അഡ്രസ്സിൻ്റെ മെത്തേഡ് വിളിച്ചു, ലൊക്കേഷൻ്റെ മെത്തേഡ് വിളിച്ചു. കാരണം സപ്പോർട്ട് കോളർ എന്ന് പറയുന്നത് അഡ്രസ്സിൻ്റെ ചൈൽഡാണ്, അഡ്രസ്സ് എന്ന് പറയുന്നത് ലൊക്കേഷൻ്റെ സൈഡാണ്. സോ ഒബ്വിയസ്ലി ലൊക്കേഷനിലുള്ള എല്ലാ വേരിയബിൾസും മെത്തേഡ്സും എന്തുവരും? അതേപോലെ അഡ്രസ്സിലുള്ള എല്ലാ വേരിയബിൾസും മെത്തേഡ്സും സപ്പോർട്ട് കോളറിന് ആക്സസിബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ വിളിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതിനൊന്ന് റൺ ചെയ്തു. നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് എൻഡ് മെൻഷൻ ചെയ്തു. ഓരോ API ക്കകത്ത് കയറുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടും അതിൻ്റെ സെയിം പ്രിൻറ്റിങ് വെച്ച് അതിൻ്റെ ഒരു എൻഡും നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതേപോലെ നിങ്ങൾ നോക്കി വന്നപ്പോഴേക്കും ഒരു പോയിന്റിൽ നമ്മൾ സെറ്റ് ആൻഡ് പ്രിൻ്റ് വിളിച്ചപ്പോൾ ഞാൻ ഈവൻ ദോ വാല്യൂ പാസ് ചെയ്തെങ്കിൽ പോലും എനിക്ക് അവിടെ വാല്യൂസ് ഒന്നും ചേഞ്ച് ആയില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തത്? ഒരു ക്ലാസ്സിന് ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്യുമ്പം അത് ഒരു ചെറിയൊരു മെമ്മറിയും അലോക്കേറ്റ് ആവും. പിന്നെ അതിൽ നമ്മൾ എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് മീൻസ് വാല്യൂ ചേഞ്ചിങ്ങും പ്രിൻറ്റിങ്ങും പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചേഞ്ച് ചെയ്ത വാല്യൂ കിട്ടും. അല്ലാത്ത പക്ഷം പുതിയൊരു മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ആവുന്നത്. എന്നിട്ട് നമ്മൾ ഡീഫോൾട്ടായിട്ട് എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ പ്രിൻ്റായി വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സെപ്പറേറ്റ് മെത്തേഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ ഈ ഒരു സെഷനിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് ആക്സസ് സ്പെസിഫയേഴ്സിനെ കുറിച്ചാണ്. ബാക്കി ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻസും അതിൻ്റെ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് പോയ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരും സെഷൻസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്തൊരു സെഷനിലേക്ക് കാണാം. ഓക്കെ, ബൈ.